അയിന അറാദ ഹാമിദുൻ അൻ യദ്ഹബ. ഹാമിദ് എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്? വേർ ഡിഡ് ഹാമിദ് വെൻ വാണ്ട് ടു ഗോ. ഹാമിദ് എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്? എങ്ങോട്ടാ? ഇല നാദിർ റിയാലി. ഹാമിദാണെങ്കിൽ നാദിർ റിയാലി കേട്ടാ. അപ്പോൾ നമുക്ക് ഒന്നിൽ ക്വസ്റ്റ്യൻ ആക്കി അല്ല അതിൽ നിന്ന് എടുത്ത് എഴുതാം. അറാദ അൻ യദ്ഹബ ഇല നാദിർ റിയാലി, അല്ലെങ്കിൽ അറാദ ഹാമിദുൻ അൻ യദ്ഹബ ഇല നാദി അൽ റിയാലി അൽ റിയാലിയ. ബിമാദ അത്തൽ ഹസനു മിൻ ഗുർഫത്തിൽ മുറാഖിബി. ബിമാദ അത്തൽ ഹസനു മിൻ ഗുർഫത്തിൽ മുറാഖിബി. വാട്ട് ഡിഡ് ഹസൻ ബ്രിങ് ഫ്രം സൂപ്പർവൈസർ റൂം. എന്താണ് ഹസൻ സൂപ്പർവൈസറുടെ റൂമിൽ നിന്നും കൊണ്ടുവന്നത്? എന്താണ് ഹസൻ സൂപ്പർവൈസറുടെ മുറിയിൽ നിന്നും കൊണ്ടുവന്നത്? ബിമാദ അത്താബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക കേട്ടാ. ബി ഉണ്ടല്ലോ. ബിമാദ അത്തൽ ഹസനു തബാഷിറു. അപ്പൊ അത്താബി എന്ന് പറയണ്ടേ? ഹസനു ബിത്തബാഷിർ അവിടെ കൊടുക്കാം. ബിത്തബാഷിറ ബിത്തബാഷി അതാ അൽ ഹസനു ബിത്തബാഷിറ. അതാ അൽ ഹസനു. അതാബി എന്ന് വന്നാലാണ് കൊണ്ടുവരിക എന്ന് അർത്ഥം കിട്ടുള്ളൂ കേട്ടാ. അതാ അൽ ഹസനു അത്തൽ ഹസനു ബിത്തബാഷിറ. പിന്നെ വേണമെങ്കിൽ നമുക്ക് മിൻ ഗുർഫത്തിൽ മുറാഖിബി എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ അതാബി വന്നാലാണ് ഇത് കൊണ്ടുവരിക എന്നുള്ളത് ബ്രിങ് എന്നുള്ള അർത്ഥം കിട്ടുള്ളൂ, അല്ലെങ്കിൽ വരിക അത്താന്ന് പറഞ്ഞാൽ വന്നു എന്നൊക്കെയുള്ള അർത്ഥം കിട്ടുള്ളൂ. മസ്മുത്താലിബിൽ ജദീദി. പുതിയ വിദ്യാർത്ഥിയുടെ പേരെന്ത്? മുനീറുൻ അല്ലേ. നമുക്ക് വേണമെങ്കിൽ ജുംലാക്കി എഴുതാം, അല്ലെങ്കിൽ ഹദഫ് ചെയ്തിട്ട് മുബത്തദ ഹദഫ് ചെയ്തിട്ട് എഴുതാം. മുനീറുൻ എന്ന് പറഞ്ഞാൽ ഇസ്മുഹു മുനീറുൻ, അങ്ങനെ മുബത്തദ ഖബറാക്കി എഴുതാം, അല്ലെങ്കിൽ മുനീറുൻ എന്ന് പറഞ്ഞിട്ട് മുബത്തദ ഹദഫ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. രണ്ടും എഴുതാം. മിൻ ഐന ഇസ്മുഹു മുനീറുൻ. മിൻ ഐന ഹുവ. അവൻ എവിടെ നിന്നാണ്? ഇതേപോലെ തന്നെ ഹുവ മിൻ ബിരിത്താനിയത്ത. ഹുവ മിൻ ബിരിത്താനിയത്ത അങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ മിൻ ബിരിത്താനിയത്ത, അല്ലെങ്കിൽ ഹുവ, അതാണ് നല്ലത്. അവൻ ബ്രിട്ടനിൽ നിന്നാകുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിച്ച കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. അൽ മുബത്തദഉ വൽ ഖബറു. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും, മുബത്തദയും ഖബറും. അൽ മുബത്തദഉ ഹുവ അൽ ഇസ്മുല്ലദി നതഹദ്ദസു അൻഹു. മുബത്തദ എന്നാൽ ഹുവ അത്, അൽ ഇസ്മു അതൊരു ഇസ്മാകുന്നു, അല്ലദി നതഹദ്ദസു അൻഹു. നതഹദ്ദസു നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന യാതൊരു ഇസ്മ് അതാണ് മുബത്തദ. നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് മുബത്തദ. വൽ ഖബറു. ഖബർ എന്ന് പറഞ്ഞാൽ ഹുവൽ ഹദീസു. അതൊരു ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരമാണ്, അതൊരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സംസാരമാണ്. അല്ലദീ തതിമ്മു ബിഹി ഫായിദതു. ഫായിദ പൂർത്തിയാക്കുന്നതായ സംസാരമാണ്. അതായത് മുബത്തദയുടെ ഫായിദ പൂർത്തിയാക്കുക, അതായത് മുബത്തദനെ കുറിച്ചിട്ടുള്ള വാർത്ത, അതിൻ്റെ ഫായിദ, അതിൻ്റെ ഉപകാരം പൂർത്തിയാക്കുന്ന ഒരു സംസാരമാണ് ഖബർ എന്നത്. നഹ്വ പോലെ. എന്തുപോലെ? അൽ ഖമറു ജമീലുൻ. അൽ ഖമറു ജമീലുൻ ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. വഫി ഹാദിഹിൽ ജുംലത്തി ഈ വാചകത്തിൽ നുരീദു നമ്മൾ ഉദ്ദേശിക്കുന്നു, അൻ നതഹദ്ദസ പറയാൻ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു, അനിൽ ഖമരി ചന്ദ്രനെ കുറിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ മൂണിനെ കുറിച്ചാണ് നമ്മൾ ഈ വാചകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫലഫ്ദു അൽ ഖമറു. അപ്പോൾ ഖമർ എന്ന പദം, ലഫ്ദ് എന്ന പദം, അൽ ഖമറു ഖമർ എന്ന പദം മുബ്തദഅയാണ്. ഫനുരീദു നമ്മൾ ഉദ്ദേശിക്കുന്നു, അൻ നഖൂല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നു, അന്നഹു ജമീലുൻ തീർച്ചയായും അത് ഭംഗിയുള്ളതാണ് എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഫലഫ്ദു ജമീലുൻ. അപ്പോൾ ലഫ്ദ് ജമീലുൻ എന്ന ലഫ്ദ്, ജമീലുൻ എന്ന പദം ഖബർ ആണ്. അപ്പോൾ ഇത്രയെന്നുള്ളൂ. വൽ മുബ്തദഉ വൽ ഖബറു മർഫൂആനി. മുബ്തദയും ഖബറും മർഫൂകളായിരിക്കും. മുബ്തദ എപ്പോഴും, ഇനി മുബ്തദനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പറയാം. മുബ്തദ എപ്പോഴും ഇസ്മായിരിക്കും, മർഫൂ ആയിരിക്കും, ഒറ്റ പദമായിരിക്കും. ജുംല
അതായത് ജുബ്ല ഇസ്മയിലായിരിക്കും മുബത്തദ വരിക. മുബത്തദയുടെ അസ്ല് തുടക്കത്തിലാണ്. മാരിഫയായിരിക്കും. മുബത്തദ മർഫൂ ഇത്രയൊക്കെ തന്നെ ഉള്ളു. മിൻ അഹ്കാമിൽ മുബത്തദയുടെ ഹുക്കുമുകൾ, നിയമങ്ങൾ. അൻവാഉൽ മുബത്തദയുടെ ഇനങ്ങൾ എന്തൊക്കെയാ? അൽ മുബത്തദഉ ഇമ്മ ഇസ്മുൻ സരീഹുൻ. മുബത്തദ ഒന്നുകിൽ സരീഹായ ഇസ്മായിരിക്കും. സരീഹായ എന്ന് വെച്ചാൽ സാധാരണ ഇസ്മു. വ ഇമ്മ മസ്തറുൻ മുഅവ്വലുൻ, അല്ലെങ്കിൽ ഒന്നുകിൽ മസ്തറുൻ മുഅവ്വലായിരിക്കും. നഹ്വ പോലെ അല്ലാഹു റബ്ബുന, അല്ലാഹു നമ്മുടെ റബ്ബാകുന്നു. അല്ലാഹു ലഫ്ദുൽ ജലാല മുബ്തദഉൻ. പിന്നെ റബ്ബു ഖബറുൻ മുളാഫുൻ ഇലൈഹി. അൽ ഖിറാഅത്തു മുഫീദത്തുൻ, വായന ഉപകാരപ്രദമാകുന്നു. ഇവിടെ ഖിറാഅത്തു മുബ്തദ എങ്ങനെയാ? ഇസ്മുൻ സരീഹുൻ ആണ് കേട്ടോ. മുഫീദത്തു എന്നുള്ളത് ഖബറുൻ മർഫൂഉൻ. അൽ ജുലൂസു ഹുനാ മംനൂഉൻ, ഇവിടെ ഇരിക്കൽ വിരോധിക്കപ്പെട്ടതാണ്. അൽ ജുലൂസു മുബ്തദഉൻ മർഫൂഉൻ. അതും ഇസ്മുൻ സരീഹനാണ്. പിന്നെ അടുത്തത് നഹ്നു തുലാബുൻ, ഞങ്ങൾ വിദ്യാർത്ഥികൾ ആകുന്നു. ഇവിടെ നഹ്നു എന്നുള്ള ലമീർ മുബ്തദയാണ്. അത് ഇസ്മുൻ സരീഹുനാണ്. തുലാബുൻ ഖബറുൻ മർഫൂഉൻ. നെക്സ്റ്റ് പേജിൽ മസ്തറുൽ മുഅവ്വലാണ് കൊടുത്തിരിക്കുന്നത്. വ അൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അൻ തസൂമു അൽ മസ്തറുൽ മുഅവ്വലു ഫി മഹല്ലി റഫിൻ മുബ്തദഉൻ. എന്താ അതിൻ്റെ അർത്ഥം? സിയാമുക്കും, നിങ്ങളുടെ നോമ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അന്നൊക്കെ ഇറാബയുമ്പോൾ അതുപോലെ തന്നെ കേട്ടോ. ഹർഫുൻ അസ്മി മസ്തരീൻ തസൂമു ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബി ഹദ്ഫി നൂനി ഒക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യണം. പിന്നെ ഫായില് വാവുൽ ജമാഅയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയണം അൽ മസ്തറുൽ മുഅവ്വലു ഫി മഹല്ലി റഫിൻ മുബ്തദഉൻ ഖൈറുൻ ഖബറുൻ മർഫൂഉൻ ലക്കും ജാറുൻ മജ്റൂറുൻ. അടുത്തത് വ അൻ തഅഫു അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൽ തഖ്വയുടെ അടുത്താണ് എന്ന് പറയും. അപ്പോൾ തഅഫു എന്ന് പറഞ്ഞാൽ അഫുവുക്കും എന്നാണ് അർത്ഥം. അഫുവുക്കും അഖ്റബു ലിത്തഖ്വ. അപ്പോൾ അത് മസ്തറുൽ മുഅവ്വൽ മുബ്തദയായി വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി താരീഫുൽ മുബ്തദഉ വ തൻകീറുഹു. മുബ്തദ താരീഫ് എന്തിൻ്റെ? മുബത്തദേൻ്റെയും അതിൻ്റെ ഇത് എന്താ പറയുക, നക്കിറേൻ്റെ അല്ലേ, നക്കിറേൻ്റെ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ താരീഫാണ് കേട്ടോ. നിർവചനം എന്നൊക്കെ പറയാം കേട്ടോ. താരീഫുൽ മുബത്തദേനെ തൻകീറുഹു, നക്കിറയുടെയും അതിൻ്റെ നക്കിറയുടെയും എന്നുള്ള അർത്ഥം. അസ്ലു ഫിൽ മുബത്തദഇ അൻ യകൂന മഅരിഫത്തൻ. മുബത്തദയിൽ എന്താ പറയുക, അസ്ല് മുബത്തദഇൻ്റെ അസ്ല് എന്ത്? അത് മഅരിഫയാക്കുക എന്നുള്ളതാണ്. അൻ യകൂന മഅരിഫത്തൻ, മുബത്തദയെ മഅരിഫയാക്കലാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ മുബത്തദ എപ്പോഴും മഅരിഫയായിരിക്കും. അടിസ്ഥാനപരമായിട്ട് മുബത്തദ മഅരിഫയാണെന്നർത്ഥം. കമാ ഫിൽ അംസിലത്തിൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന ഉദാഹരണങ്ങളിലെ പോലെ. അൽ മുബത്തദ തഹ്തഹു ഖത്തുൻ, അവിടെ മുബത്തദൻ്റെ അടിയിൽ ഖത്തുൻ ഉണ്ട്, ഒരു വരയിട്ടിട്ടുണ്ട്. മുഹമ്മദുൻ റസൂലുല്ലാഹി, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. ഇവിടെ കണ്ടോ, മുബത്തദ മാരിഫയാണ്. എങ്ങനെ മാരിഫയായത്? മുഹമ്മദുനാണ് മുബത്തദ, അലമാണ്, പ്രോപ്പർ നൗൺ ആണ്. മുഹമ്മദ് ഈസ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്. അന മുദരിസുൻ, ഐ ആം എ സ്റ്റുഡന്റ്. അന എന്താ? ളമീറുൻ, കുല്ലു ളമീറുൻ മാരിഫ. ഹാദാ മസ്ജിദുൻ, ദിസ് ഈസ് എ മസ്ജിദ്, ഇതൊരു പള്ളിയാകുന്നു. ഇസ്മുൽ ഇഷാറ മുബത്തദയാണ്, മാരിഫയാണ് കേട്ടോ. അപ്പോൾ മാരിഫ കാണിച്ചു തന്നെ. അല്ലദീ യഅബുദു ഗൈറ അല്ലാഹി മുശ്രിക്കുൻ, എനിവൺ ഹൂ വർഷിപ്പ് അതർ ദാൻ അല്ലാഹ് ഈസ് പോളിത്തിസ്റ്റ് അല്ലെങ്കിൽ മുഷ്രിക്ക്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്ന യാതൊരുവൻ മുഷ്രിക്കാണ്. ഇവിടെ അല്ലദീ എന്നുള്ളത് ഇസ്മു മൗസൂല് മുബ്തദയാണ്, അത് മാരിഫയാണല്ലോ. പിന്നെ യഅബുദു ഗൈറല്ലാഹി, അത് ജുംല മൊത്തം ഖബർ കേട്ടോ. അൽ ഖുർആനു കിതാബുല്ലാഹി, ഖുർആന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു. അൽ ഖുർആനു അലിഫ്ലാം ചേർന്ന് വന്നിരിക്കുന്നു അല്ലേ. തഹ്ലിയത്ത എന്താ വാക്ക് പറഞ്ഞത് നമ്മൾ? അങ്ങനെയാണ് തോന്നുന്നുണ്ട് അല്ലേ പറഞ്ഞത്, അലിഫ്ലാം ചേർന്ന് വരുന്നതിന്.
ഒരു വാക്ക് പറഞ്ഞില്ലേ, ഓർമ്മണ്ടാ? തഹ്ലിയത്തുന്ന എന്താ പറഞ്ഞത്? കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചില്ലേ? കഴിഞ്ഞ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചത് അലിഫ്ലാം ചേർന്ന് വരുന്നതിന് എന്താ പറഞ്ഞത്? ഇതിനെ പറ്റിയിട്ട് മാരിഫിന്റെ ഇനങ്ങൾ പഠിച്ചില്ലേ നിങ്ങൾ? അലിഫ്ലാം ഇപ്പൊ കേട്ടിട്ടേ ഇല്ല. ഏത് പാഠത്തിലാണ് പഠിച്ചത്? ഇതിന് മുന്നത്തെ പാഠത്തിലാ? ഇപ്പൊ പഠിച്ചല്ലോ. ആ ഇവിടെ ഡെക്കറേറ്റഡ് വിത്ത് അലിഫ്ലാം. എൻ്റെ ബുക്കിൽ പേജ് നമ്പർ എത്ര? അൽ മുഹല്ല ബി അൽ, അലിഫ്ലാം ചേർന്ന് വരിക, മുഹല്ല ബി അൽ. അടുത്തത് മിഫ്താഹുൽ ജന്നത്തി സ്വലാത്തു, സ്വർഗത്തിൻ്റെ താക്കോല് നിസ്കാരമാകുന്നു. ഇവിടെ മുലാഫിൻ ഇലൈഹി മാരിഫി ആയതുകൊണ്ട് മുലാഫും മാരിഫി ആയിട്ടാ, അത് മുബത്തദ. ഫഖദ് യകൂനു മുബത്തദഉ നകിറതൻ ബിശുറൂതി മിൻഹാ, ചില നിബന്ധനകളോട് കൂടി, ഷർത്തുകളോട് കൂടി മുബത്തദ നക്കിറയാകും. അപ്പോൾ മുബത്തദന്റെ അസ്ല് മാരിഫയാണ്. ചില നിബന്ധനകളോട് കൂടി മുബത്തദ നക്കിറയാകും. ഏതൊക്കെ? അൻ യകൂനൽ ഖബറു ശിബ്ഹു ജുംലത്തിൻ. എന്തൊക്കെ നിബന്ധനകൾ? ഖബർ ഷിബ്ഹു ജുംല ആയി വരിക, അൻ യകൂന ആകൽ, അൽ ഖബറു ഖബറാകൽ, ഷിബ്ഹു ജുംലയാകൽ. അൽ മുറാദു ബി ഷിബ്ഹു ജുംലത്തി, ഷിബ്ഹു ജുംല എന്നാൽ ഉദ്ദേശിക്കുന്നത് എന്താ? അൽ ദർഫു, ഒന്നില്ലെങ്കിൽ ദർഫായിരിക്കാം, അല്ലെങ്കിൽ ജാറുൻ വ മജ്റൂറുൻ ആയിരിക്കാം. ഖബർ ഷിബ്ഹു ജുംലയാകണം. വഅൻ യതഖദ്ദമു അലൽ മുബ്തദഇ, അത് മുബ്തദയെ മുൻകടന്നു വരണം. അപ്പോഴാണ് എന്ത് വരിക? മുബ്തദ നക്കിറയാവുക. നഹ്വ പോലെ, ഇൻദനാ സയ്യാറത്തുൻ, ഞങ്ങൾക്കൊരു കാറുണ്ട്. ഇവിടെ ഇൻദനാ എന്നുള്ള ലർഫു ഷിബ്ഹു ജുംല ഖബറായി വരികയും പിന്നെ എന്ത് ചെയ്തു? അത് മുൻകടന്നു വരികയും ചെയ്തപ്പോഴാണ് അവിടെ മുബ്തദ നക്കിറയായത്. ഹുനാ സയ്യാറത്തുൻ മുബ്തദഉൻ, ഇവിടെ ഖാർ എന്നത്, സയ്യാറത്തുൻ എന്നത് മുബ്തദയാണ്. വൽ ദർഫു ഇൻദ ഖബറുൻ, ഇൻദ എന്ന ലർഫ് ഖബറാണ്. ലി അഖുൻ, ഐ ഹാവ് എ ബ്രദർ. ഇവിടെ ഹുനാ അഖുൻ മുബ്തദഉൻ വജാറുൻ വ മജ്റൂറുൻ ലി ഖബറുൻ. ക്ലിയർ അല്ലേ? അതൊക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഒരു കുട്ടി കാലിലോ അയ്യാണ്ട് കിടക്കുന്നതാണല്ലോ പിക്ചർ. പഠിച്ചോ, നല്ലതാ. നെക്സ്റ്റ് പേജ് കേട്ടാ. അടുത്തത് അൻ യകൂന മുബ്തദഉ ഇസ്മുൽ ഇസ്തിഫ്ഹാമി, മുബ്തദ ഇസ്മുൽ ഇസ്തിഫ്ഹാമായി വരൽ. മുബ്തദ ഇസ്മുൽ ഇസ്തിഫ്ഹാം, ചോദ്യം ചോദിക്കാനുള്ള മാ മൻ അതൊക്കെ ആയിട്ട് വരൽ. അസ്മാഉൽ ഇസ്തിഫ്ഹാമി നക്കിറാത്തുൻ, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോട്ടാ. ഇസ്മുൽ ഇസ്തിഫ്ഹാമുകളെല്ലാം തന്നെ നക്കിറകളാണ്. കണ്ടോ? അസ്മാഉൽ ഇസ്തിഫ്ഹാമി നക്കിറാത്തുൻ. നഹ്വ പോലെ, മാ ബിക, എന്താ പറ്റി നിനക്ക്? നിനക്ക് എന്താ ബാധിച്ചത്? മാ ബിക. ഇവിടെ കണ്ടോ? ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫ്ഇൻ മുബ്തദഉൻ. കാരണം ബിക ജാറുൻ വ മജ്റൂറാണ്, അതൊരിക്കലും തന്നെ മുബ്തദയാവൂല. അടുത്തത് ഹുനാ ഇസ്മുൽ ഇസ്തിഫ്ഹാമി മാ മുബ്തദഉൻ, ഇവിടെ ഇസ്മുൽ ഇസ്തിഫ്ഹാമായ മാ എന്നത് മുബ്തദയാകുന്നു. വൽ ജാറു വൽ മജ്റൂറു ബിക ഖബറുൻ, ജാർ മജ്റൂർ, ബിക എന്ന ജാറുൻ വ മജ്റൂറുൻ ഖബറാണ്. അടുത്ത ഉദാഹരണം മൻ മരീലുൻ, ആരാണ് രോഗി? മൻ മരീലുൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മൻ എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫാം നക്കിറയാണ്, മരീലുനും നക്കിറയാണ്. കണ്ടോ? മന്നും നക്കിറയാണ്, മരീലുൻ തൻമീൻ കൊണ്ട് നക്കിറയാണ്. മൻ ഇസ്മുൽ ഇസ്തിഫാമുകളെല്ലാം നക്കിറയാണ്. ഇങ്ങനെ വരുമ്പോൾ മൻ എന്നുള്ളത് നമുക്ക് എന്താക്കാം? മുബത്തദയാക്കാം. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് മൻ എന്നുള്ളത് മുബത്തദയാക്കാൻ പറ്റും. രണ്ടും നക്കിറയാണ്. അപ്പോൾ നമ്മുടെ ഇസ്മുൽ ഇസ്തിഫാമിനാണ് മുബത്തദയാക്കാൻ കൂടുതൽ യോഗ്യതയുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹുന ഇസ്മുൽ ഇസ്തിഫാമി, കാരണം രണ്ടും നക്കിറയാണല്ലോ. ഇസ്മുൽ ഇസ്തിഫാമി മൻ എന്നുള്ളത് മുബത്തദയാണ്, മരീദ് എന്നുള്ളത് ഖബറാണ്. അടുത്ത നോക്കിയേ, ഖം താലിബൻ ഫിൽ ഫസ്ലി, ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്?
ഇവിടെയും എന്താ താലിബൻ എന്നത് ഒരിക്കലും നമുക്ക് മുബത്തതയാക്കാൻ പറ്റൂല അല്ലേ, തമീസാണ്. ഫിൽ ഫസ്ലി ജാറുൻ വ മജ്റൂറിന് ഒരിക്കലും മുബത്തതയാവൂല. അപ്പോൾ മുബത്തത ആരാവുക? കമ്മാണ്. കം എന്നുള്ളത് അല്ലേ. ഹുന ഇസ്മുൽ ഇസ്തിഫാമി ഖം മുബത്തദ. ഇവിടെ ഇസ്മുൽ ഇസ്തിഫാമായ ഖം മുബത്തദയാണ്. ഫിൽ ഫസ്ലി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ ശിബുഹു ജുംല ഖബറാണ്. അപ്പോൾ ഇസ്മുൽ ഇസ്തിഫാം മുബത്തദയായി വരും. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ മുബത്തദ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുബത്തദ എപ്പോഴൊക്കെ നക്കീറയാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദമായി വരുമ്പോൾ മുബത്തദ മുഅഖറായി നക്കീറയാകും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇസ്മുൽ ഇസ്തിഫാം മുബത്തദയാകുമ്പോൾ അത് നക്കീറയാണ്. ഇസ്മുൽ ഇസ്തിഫാമുകളൊക്കെ നക്കീറയാണ്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലാണ് എന്ത് പറയുന്നത്, മുബത്തദ നക്കീറയാകുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ്. അതാണ് പറഞ്ഞത്. ഇനി മുബത്തദയുടെയും ഖബറിൻ്റെയും തർത്തീബ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയാം. ഓർഡർ, ക്രമം. അൽ അസ്ലു യതഖദ്ദമൽ മുബത്തദഉ അലൽ ഖബരി. മുബത്തദ ഖബറിന്മേൽ മുബത്തദ മുന്തിച്ചു വരലാണ് അടിസ്ഥാനം. അഥവാ മുന്തിച്ചു വരിക എന്ന് പറഞ്ഞാൽ മുബത്തദ തുടക്കത്തിൽ വരലാണ് അസ്ല്. അപ്പം മുബത്തദൻ്റെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ എന്താ, മുബത്തദ മാരിഫയായിട്ട് വരലാണ് അതിൻ്റെ അസ്ല്. ചില സമയങ്ങളിൽ നക്കിറയാകും. അതാണ് നമ്മൾ രണ്ട് സന്ദർഭം പഠിച്ചത്. ഇനി മുബത്തദ തുടക്കത്തിൽ വരലാണ് യതഖദ്ദമ, മുൻകടക്കൽ. ഖബറിന്മേൽ മുബത്തദ മുൻകടക്കലാണ് അതിൻ്റെ അസ്ല്. അപ്പം മുബത്തദ എപ്പോഴും എവിടെ ആയിരിക്കണം? മുന്നിലായിരിക്കണം. അൻത മുദരിസുൻ, നീ ഒരു അധ്യാപകനാണ്. ഇനി പറഞ്ഞത് വയജൂസു, അനുവദനീയമാണ്. അക്സുഹു, അതിൻ്റെ ഓപ്പോസിറ്റ്. അക്സു എന്ന് പറഞ്ഞാൽ ലിദുഹു, അതിൻ്റെ വിപരീതവും യജൂസാണ്, ജായിസാണ്, അനുവദനീയമാണ്. അതിൻ്റെ വിപരീതം അഥവാ ഖബർ പിന്നിലും മുബത്തദ തുടക്കത്തിലും. മുബത്തദ യതഖദ്ദമാണ് ഇത് അസ്ല്, എന്നാൽ അഖറായിട്ടും മുബത്തദ വരും, അതും അനുവദനീയമാണ്. ഇത് കേട്ടോ, ആ മുദരിസുൻ അൻത, നീ ഒരു അധ്യാപകനാണോ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? ചോദ്യം ചോദിക്കാനുള്ള ഇസ്മു മുന്നിൽ വരിക എന്നുള്ളത് അതിൻ്റെ ഹക്കാണ്. ചോദ്യം ചോദിക്കാനുള്ള ഇസ്മുകളൊക്കെ ഉണ്ടല്ലോ, അത് തുടക്കത്തിൽ തന്നെ വരണം. അല്ലെങ്കിൽ വല്ല ഹർഫ് ചെറു വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വരും. നമ്മൾ നേരത്തെ ഒരു ബിമാദെ എന്തോ ഇപ്പോൾ വായിച്ചു പോയിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരും. ചോദ്യം ചോദിക്കാനുള്ള ഇസ്മിന് പോലെ ഹർഫ് ചെറു വന്നിട്ടോ അല്ലെങ്കിൽ ഒരു മുലാഫ് ഇലൈഹി കോമ്പിനേഷനിലൊക്കെ വരുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് നീങ്ങും എന്ത്, ചോദ്യം ചോദിക്കാനുള്ള ഇസ്മു. എന്നാലും ഇസ്മുൽ ഇസ്തിഫാം തുടക്കത്തിൽ വരൽ അതിൻ്റെ ഹക്കാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്? പക്ഷേ ശേഷം വരുന്ന മാരിഫയാണെങ്കിൽ, ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം മാരിഫയാണ് വരുന്നതെങ്കിൽ അതിനെ മാരിഫയാണെങ്കിൽ അതാണ് മുബത്തദ. മനസ്സിലായോ? ഇസ്മുൽ ഇസ്തിഫാം നക്കിറയാണ്. ഇസ്മുൽ ഇസ്തിഫാമൊക്കെ തുടക്കത്തിലാണ് വരിക. ഇസ്മുൽ ഇസ്തിഫാം നക്കിറയാണ്. അതിനുശേഷം മാരിഫയാണ് വരുന്നതെങ്കിൽ, മാരിഫയായ ഒരു ഇസ്മാണെങ്കിൽ എന്തായിരിക്കും? ആ മാരിഫയായ ഇസ്മാണ് മുബത്തദ. അപ്പോൾ ഇസ്മുൽ ഇസ്തിഫാം ഖബർ. ഓക്കെ. ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം വരുന്ന ഇസ്മ, അതിന് ശേഷം വരുന്നത് മാരിഫയാണെങ്കിൽ അതാണ് മുബത്തദ. ഇസ്മുൽ ഇസ്തിഫാം ഖബർ ആയിരിക്കും. അല്ലെങ്കിൽ ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം ജാറുൻ വ മജ്റൂറിനോ അല്ലെങ്കിൽ നക്കിറയായ ഇസ്മ വരികയാണെങ്കിൽ ജാറുൻ വ മജ്റൂറല്ല, നക്കിറയായ ഒരു ഇസ്മാണ് ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം വരുന്നതെങ്കിൽ ഇസ്മുൽ ഇസ്തിഫാം മുബത്തദ. ക്ലിയർ ആയോ? മൻമരീദ് എന്ന് പറയുമ്പോ മണ്ണ് മരീദുൻ നെക്കിറയാണ്. അതെ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ, ഞാനൊന്നുകൂടി പറയാം. ഇസ്മുൽ ഇസ്തിഫാമുകൾ നക്കിറകളാണ്. ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം മാരിഫയായ ഇസ്മാണ് വരുന്നതെങ്കിൽ ആ മാരിഫയായ ഇസ്മാണ് മുബത്തദ. ഇസ്മുൽ ഇസ്തിഫാം ഖബറാണ്. ഉദാഹരണം മസ്മുക, നിന്റെ പേരെന്താണ്? ഇസ്മുക എന്ന പദം മാരിഫയാണ്. അതുകൊണ്ട് തന്നെ മാ എന്താണ് അവിടെ?
മാ ഇസ്മുൽ ഖബറാണ്. കണ്ടോ, മാരിഫക്കാണ് മുബത്തദയാവാൻ കൂടുതൽ യോഗ്യതയുള്ളത്. മസ്മുക്ക, ക്ലിയർ ആയോ അത്? അപ്പൊ മാ എന്നുള്ളത് ഖബറാണ്. ക്ലിയർ ആയോ? ഇല്ല. ഒന്നുകൂടി, ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം, ഇസ്മുൽ ഇസ്തിഫാമുകളെല്ലാം നക്കിറ, ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം വരുന്ന മാരിഫയായ നാമങ്ങളെല്ലാം മാരിഫയാണെങ്കിൽ, ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം വരുന്ന ഇസ്മ മാരിഫയാണെങ്കിൽ ആ മാരിഫയായ നാമമാണ് മുബത്തദ. ഇസ്മുൽ ഇസ്തിഫാം അപ്പോൾ നക്കിറയാകും. ഉദാഹരണം മസ്മുക. ഒന്ന് 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 പറഞ്ഞേ, മനസ്സിലായെങ്കിൽ പറ. ഈ പറഞ്ഞ ഇസ്മുൽ ശേഷം വരുന്ന ഇസ്മുകൾ മുബത്തദ. അപ്പൊ ആണെങ്കിൽ മുബത്തദ, ഇസ്മുൽ ഇസ്തിഫാം ഖബർ. ഖബർ കിട്ടിയോ? അടുത്തത്, ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം വരുന്ന ഇസ്മ നക്കിറയാണെങ്കിൽ ഇസ്മുൽ ഇസ്തിഫ് അത് ആ ഇസ്മ നക്കിറയായ ഇസ്മ ഖബർ. ഇസ്മുൽ ഇസ്തിഫാം അവിടെ മുബത്തദ മൻമരീലുൻ. ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം വരുന്ന ഇസ്മ ഖബറാണെങ്കിൽ നക്കിറയാണെങ്കിൽ ഖബർ അല്ലേ? ഇസ്തിഫാം അവിടെ മുബത്തദ. കിട്ടിയത്? മൻമരീലുൻ. ഇനി അതെ, അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതില്ലേ? ഈ മരീലും എന്ന് പറയുമ്പോ തൻവീൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും മുബത്തദയായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ പറ്റുമോ? നക്കിറയല്ലേ, അത് ഖബറാണ്. അതെ അല്ലേ? മാരിഫക്കാണ് കൂടുതൽ മുബത്തദയാകാനുള്ള യോഗ്യതയുള്ളത്. മൻമരീലും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നക്കിറയാ. മന്നും നക്കിറയാണ്, മരീലും നക്കിറയാണ്. അങ്ങനെ വരുമ്പോ മന്നിനെ പിടിച്ചിട്ട് നമ്മൾ മുബത്തദയാക്കും. അതേസ്ഥാനം മസ്മുക്ക എന്ന് പറയുമ്പോൾ ഇസ്മുക്ക എന്നുള്ള പദം ഇസ്മുഖ ദമീർ ചേർന്ന് വന്നിരിക്കുന്നു. അതിന് മുലാഫിനിലേക്ക് എന്താ മാരിഫ, അതുകൊണ്ട് ഇത് മുലാഫ്. ഇസ്മു എന്നുള്ളത് മുബത്തദ അല്ല, മാരിഫയാണ്. സോ മാരിഫക്കാണ് കൂടുതൽ എന്താവാൻ സാധ്യതയുള്ളത്, മുബത്തദയാവാൻ യോഗ്യതയുള്ളത്. ഓക്കെ അല്ലേ? ഇനി മാബിക്ക എന്ന് പറയുമ്പോൾ അവിടെ ജാറും മജറൂറിന് ഒരിക്കലും തന്നെ മുബത്തദയാവൂല. അപ്പൊ യോഗ്യത ഉള്ളത് ആർക്കാ? മാക്കാണ്. ക്ലിയർ അല്ലേ? ആലോചിച്ച് ശരിയാക്കിക്കോട്ടാ. നിങ്ങളൊന്നും ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരണം. അടുത്ത നോക്കിക്കോ, വയജീബു അൻ യതഖദ്ദമ മുബ്തദഉ ഇദാ കാന ഇസ്മുൽ ഇസ്തിഫാമി. ഇസ്മുൽ ഇസ്തിഫാം മുബ്തദ ആണെങ്കിൽ അത് മുന്നിൽ വരൽ നിർബന്ധമാണ്. അത് പിന്നെ നമുക്കറിയാലോ, ഇസ്മുൽ ഇസ്തിഫാമുകൾ എന്തായാലും അതിൻ്റെ ഹക്കാണ് മുന്നിൽ വരിക എന്നുള്ളത്. അതാണ് മാബിക്ക മൻമരീലുൻ. അവിടെ മാബിക്ക എന്നുള്ളിടത്ത് മുബത്തദയായിട്ട് വന്ന, മൻമരീലുൻ എന്നുള്ളിടത്ത് മുബത്തദയായിട്ട് വന്നിട്ടുള്ളത്. മുബത്തദയായിട്ട് വരുന്നതൊക്കെ ഇസ്മുൽ ഇസ്തിഫാം ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ വരും. മറ്റേ റൂൾ പഠിച്ചാൽ മതി, എന്ത് ഇസ്മുൽ ഇസ്തിഫാമിൻ്റെ ഹക്കാണ് തുടക്കത്തിൽ വരിക എന്നുള്ളത്. അങ്ങനെ പഠിച്ചാൽ മതി. വയജിബു അൻ യതഖദ്ദമൽ ഖബർ ഇദാ കാന ഇസ്മുൽ ഇസ്തിഫാം. ഇസ്മുൽ ഇസ്തിഫാം ഖബർ ആണെങ്കിലും എന്ത് വരണം? ഖബർ മുൻകടക്കൽ നിർബന്ധമാണ്. മസ്മുക്ക അവിടെ മാ എന്നുള്ളത് ഖബറാണ്. ഇസ്മുക്കാൻ്റെ അതിനാണ് മാരിഫ. ഇസ്മുക്ക എന്നുള്ളത് മാരിഫയാണ്. മാരിഫക്കാണ് മുബത്തദയാകുമ്പോൾ യോഗ്യത ഉള്ളത്. മാ എന്നുള്ളത് ഖബറാണ്. ഖബറായാലും മുബത്തദയായാലും ഇസ്മുൽ ഇസ്തിഫാം മുന്നിലേ വരുള്ളൂ. അടുത്ത് കൈഫ ഹാലുക്ക. കൈഫ എന്നുള്ളത് മുബത്തദയാണോ ഖബറാണോ? ഖബറാണ്. എന്നുള്ളതാണ് മുബത്തദ. ഇനി അവസാനിപ്പിക്കുക. ഹദ്ഫുൽ മുബ്തദയെ ഹദ്ഫ് ചെയ്യൽ. എപ്പോഴൊക്കെ ഹദ്ഫ് ചെയ്യുക? യജൂസു ഹദ്ഫു മുബ്തദയെ ഹദ്ഫ് ചെയ്യൽ അനുവദനീയമാണ്. ഇദാ ഉലിമ, അത് അറിയപ്പെട്ടാൽ. അറിയപ്പെട്ടാൽ തഖൂലു ലിസ്സായിലി അനിസ്മിക, നിന്റെ പേരിനെ കുറിച്ച് ചോദ്യകർത്താവിനോട് നീ പറയുന്നു. തഖൂലു, നീ പറയുന്നു. ലിസ്സായിലി, ചോദ്യകർത്താവിനോട്, ചോദിക്കുന്നവനോട്. അനിസ്മിക, നിന്റെ പേരിനെ കുറിച്ച് എങ്ങനെ പറയും? ഹാമിദുൻ എന്ന് പറയും. അതായത് ഇസ്മി ഹാമിദുൻ, എൻ്റെ പേര് ഹാമിദ് എന്നാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തായി? അവിടെ ഇസ്മി എന്നുള്ള മുബ്തദയെ നമ്മൾ കളഞ്ഞിട്ട് ഹാമിദുൻ എന്ന് പറയും. അത് അനുവദനീയമാണ്. കൈഫ ഹാലുക ബിഖൈരിൻ എന്ന് പറഞ്ഞാൽ അന കളഞ്ഞിട്ട് നമ്മൾ പറയും അന ബിഖൈരിൻ. അല്ലെങ്കിൽ കം കിതാബൻ ഇൻദക, നിൻ്റെ കയ്യിൽ എത്ര ബുക്ക് ഉണ്ട്? കിതാബാനി. അപ്പം ഹിന്ദി എന്നുള്ളത് നമ്മൾ പിന്നെ ഇത് കളഞ്ഞു, ഖബറാണ്, കളഞ്ഞു കേട്ടോ. കൈഫ ഹാലുക്ക എന്ന് പറയുമ്പോൾ അന ബിഖൈരിൻ. അപ്പോൾ അനനെ കളഞ്ഞിട്ട് ബിഖൈരിൻ ജാറും മജ്റൂർ ശിബ്ഹു ജുംല ഖബർ മാത്രം പറയും. മുബ്തദനെ കളയും.
പിന്നെ കം കിതാബൻ ഇന്തൊക്കെ നിൻ്റെ എത്ര ബുക്ക് ഉണ്ട്? കിതാബാനി. അവിടെ ഇന്ദി എന്നുള്ള ഖബറിനെ കളഞ്ഞു. പിന്നെ മുബത്തതിനെ ഖബറിനെയും കളയും. എപ്പോൾ? ആ താലിബുൻ അൻത, നീ വിദ്യാർത്ഥിയാണോ എന്ന് ചോദിക്കുമ്പോൾ നാം അനാ താലിബുൻ. ആ സംഭവം മൊത്തം കളഞ്ഞിട്ടും പറയാറുണ്ട് കേട്ടോ. ഇനി സമയമുണ്ടോ? 5 മിനിറ്റ് എടുക്കാല്ലേ. മിൻ അഹ്കാമിൽ ഹബരി, ഹബറിൻ്റെ ഇനങ്ങളിൽ നിന്ന്. പേജ് ഇട്ടിട്ട് ഒരു മിനിറ്റ്. അൻവാഉൽ ഖബരി, ഖബറിൻ്റെ ഇനങ്ങൾ. അൽ ഖബറു ഇമ്മ, ഖബർ ഒന്നുകിൽ മുഫ്രദായിരിക്കും. അയ്യു ലൈസ ജുംലതൻ, അതായത് ജുംലയല്ലാത്തത്. ഏകവചനം എന്നല്ല മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത്, മറിച്ച് ഒറ്റ വാക്ക് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മുഫ്രദ് എന്ന് ഉദ്ദേശിച്ചത് ഉദാഹരണം കൊടുത്തിട്ടില്ല അല്ലേ. വൈമാ ജുംലത്തുൻ, അല്ലെങ്കിൽ ജുംലയാകാം. വൈമാ ഷിബുഹു ജുംല, ഒന്നുകിൽ ഷിബുഹു ജുംലയാകാം. വൽ ഖബറു, ഖബറിൻ്റെ മുഫ്രദുൻ, മുഫ്രദാവും എന്ന് പറഞ്ഞില്ലേ, നഹ്വ പോലെ. അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. ഇവിടെ അന നഹ്നു എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ വാക്കല്ലേ. അന മുസ്ലിമുൻ. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിനി, സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ കണ്ണാടി പോലെയാണ്. അൽ മുഅ്മിനു മുബ്തദഉൻ മർഫൂൻ, മിർആത്തു ഖബറുൻ മർഫൂൻ വഹുവ മുളാഫ്, മറ്റേത് മുളാഫിൻ ഇലൈഹി, ഒറ്റ പദമായിട്ട്. വൽ ഖബറു അൽ ജുംലത്തു, ഖബർ ജുംലയായിട്ട് വരിക. നഹ്വ പോലെ. അൽ മുദീറു മസ്മുഹു, മുദീർ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇവിടെ അൽ മുദീറു മുബ്തദഉം മസ്മുഹു എന്നുള്ള ജുംല ഖബറായി വന്നിരിക്കുന്നു. ഹുനാ ജുംലത്തുൽ ഇസ്മിയത്തു, ഇവിടെ ജുംലത്തുൽ ഇസ്മിയ. മസ്മുഹു ഖബറുൻ, മസ്മുഹു എന്നുള്ള ആ ജുംല മൊത്തം ഖബറാണ്. വഹിയ ഫി മഹല്ലി റഫ്ഇൻ, അപ്പോൾ നമ്മളെങ്ങനെ പറയും? മസ്മുഹു എന്നുള്ളത് മാ ഇസ്മുൽ ഇസ്തിഫാം മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഖബർ. ഇസ്മു മുബ്തദഉൻ വഹുവ മുളാഫ് മുളാഫിൻ ഇലൈഹി. മസ്മുഹു അൽ ജുംല ഫി മഹല്ലി റഫ്ഇൻ ഖബറു മുബ്തദഇ. മുദീറു എന്ന മുബ്തദയുടെ ഖബറാണ് മസ്മുഹു എന്ന ജുംല. അപ്പോൾ നമ്മൾ പറയണം ഫി മഹല്ലി റഫ്ഇൻ എന്ന് പറയണമെന്ന്. നമുക്കറിയണ കാര്യങ്ങൾ തന്നെ കേട്ടോ. അടുത്തത് വല്ലാഹു ഖലഖക്കും, അള്ളാഹു തീർച്ചയായിട്ടും, അള്ളാഹു അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. അള്ളാഹു മുബ്തദ, ഇവിടെ ജുംലത്തുൽ ഫിഅലിയ ഖബറായി വന്നിരിക്കുന്നു അല്ലേ. ഖലഖ ഫിഅലുൻ മാദിൻ മബ്നിയുൻ അലൽ ഫത്ഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇവിടെ തഖ്ദീറുഹു ഹുവ. പിന്നെ ഖും എന്നുള്ളത് ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ സുകൂനി ഫി മഹല്ലി നസ്ബിൻ മഫൂലു ബിഹി. അൽ ജുംല ഫി മഹല്ലി റഫ്ഇൻ ഖബറു മുബ്തദഇ. ഖലഖക്കും എന്ന ജുംല മൊത്തം റഫ്ഇൻ്റെ മഹലിലാണ്, കാരണം അള്ളാഹു എന്ന ലഫ്ദുൽ ജലാല എന്ന മുബ്തദയുടെ ഖബറാണ്. ഹുനാ ജുംലത്തുൽ ഫിഅലിയത്തു, ഇവിടെ ജുംലത്തുൽ ഫിഅലിയ ഖലഖക്കും എന്നത് ഖബറാണ്. വഹിയ ഫി മഹല്ലി റഫ്ഇൻ, അത് റഫ്ഇൻ്റെ മഹല്ലിൽ ആണ്. വൽ ഖബറു ഷിബ്ഹു ജുംലത്തി, ഇനി ഖബർ ഷിബ്ഹു ജുംലയാകുന്നത് നഹ്വ പോലെ. അൽ ജന്നത്തു തഹ്തൽ അഖ്ദാമിൽ ഉമ്മഹാത്തി, സ്വർഗം ഉമ്മമാരുടെ കാലിൻ്റെ ചുവട്ടിലാണ്. ഇവിടെ അൽ ജന്നത്തു മുബ്തദ, ആ തഹ്ത എന്നുള്ള ലർഫാണ്, ലർഫ് മക്കാനാണ്. ഇവിടെ ഷിബ്ഹു ജുംല ഖബർ, പിന്നെ വഹുവ മുളാഫ് മുളാഫിൻ ഇലൈഹി, വഹുവ മുളാഫ് ഉമ്മഹാത്തി മുളാഫിൻ ഇലൈഹി. ഹുനാ അൽ ലർഫു തഹ്ത എന്നുള്ള ലർഫ് ഖബറാണ്. വഹുവ മൻസൂബുൻ, അത് നെസ്ബാണ്, പക്ഷേ എന്താണ്? ഫി മഹല്ലി റഫ്ഇൻ. അപ്പോൾ നമ്മൾ ഖബറായിട്ട് വരുമ്പോൾ നമ്മൾ തഹ്ത എന്നുള്ളത് സാധാരണ നമ്മൾ പറയും ലർഫ് മക്കാൻ മൻസൂബുൻ എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ ലർഫ് മക്കാൻ ഷിബ്ഹു ജുംല ഖബർ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇവിടെ അടുത്തത് ഹുനാ ജാറുൻ വ മജ്റൂറുൻ, ഇനി ജാറുൻ വ മജ്റൂറുൻ ഖബറായി വരുന്നത് കേട്ടോ. ഇവിടെ അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദു മുബ്തദഉൻ ലില്ലാഹി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഫി മഹല്ലി റഫ്ഇൻ ഖബർ എന്ന് പറയണം. ഒരെണ്ണം കൂടി. ഇനി മുത്താബഖത്തുൽ മുബ്തദ മറ്റേട്ടാ, ഞാൻ പേജ് ഒന്ന് നിർത്തട്ടോ. കാറിൻ്റെ പിക്ചർ അല്ലേ, ഇതൊക്കെ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത് കൊണ്ട് വലിയ പ്രയാസമില്ല കേട്ടോ. എക്സസൈസൊക്കെ ഇനി നിങ്ങൾ ചെയ്തിട്ട് വരണേ. മുത്താബഖത്തുഹു ലിൽ മുബ്തദഇ, മുത്താബഖത്ത് എന്ന് പറഞ്ഞാൽ മുബ്തദഇനോട് യോജിക്കൽ. എന്തൊക്കെ യോജിക്കണം എന്നാണ് പറയുന്നത്. യുതാബിഖുൽ ഖബറു മുബ്തദഇ ഫി, ഖബർ
ഖബർ മുബത്തദയോട് യോജിക്കുന്നു. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, എന്തിലൊക്കെ? അൽ ഇഫ്രാദി വത്തസ്നിയത്തി വൽ ജംഇ, മുഫ്രദിലും ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും. അതായത് സിംഗുലർ ആവുമ്പോൾ മുബത്തദ സിംഗുലർ ആകുമ്പോൾ ഖബറും സിംഗുലർ ആയിരിക്കണം. തസ്നിയത്ത് എന്ന് പറഞ്ഞാൽ മുബത്തദ മുസന്നയായിരിക്കുമ്പോൾ ഖബറും മുസന്നയായിരിക്കണം. മുബത്തദ ജം ആണെങ്കിൽ ഖബറും ജം ആവണം. അൽ മുദരിസു വാഖിഫുൻ, അധ്യാപകൻ നിൽക്കുന്നവരാണ്. കണ്ടോ, രണ്ടും മുഫ്രദാണ്. അത്തുല്ലാബു ജാലിസൂന, വിദ്യാർത്ഥികൾ ഇരിക്കുന്നവരാകുന്നു. കണ്ടോ, രണ്ടും ജമാണ്. മുബത്തദയും ഖബറും ജം ആണ്. വസ്സായിറാനി ദാഹിബാനി ഇലൽ ഫസ്ലി, മറ്റേ സായിറാനി എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക, വിസിറ്റേഴ്സ്, ക്ലാസ് വിസിറ്റേഴ്സ് അല്ലല്ലോ. സായിർ എന്ന് പറഞ്ഞാൽ എന്താ, സാറ, സന്ദർശകരല്ലേ. രണ്ട് സന്ദർശകർ ക്ലാസ്സിലേക്ക് പോകുന്നവരാകുന്നു. ഇനി അവരെന്തുണ്ട്? തദ്കീരി വതഅനീസി, പിന്നെ മുദക്കറിലും മുഅന്നസിലും, സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും എന്താകണം? മുബത്തദ ഖബറിനോട് യോജിക്കണം. ഹാമിദുൻ മുഹന്ദിസുൻ, ഹാമിദ് ഒരു എഞ്ചിനീയർ ആകുന്നു. രണ്ടും മുദക്കർ. വസൗജതുഹു തബീബത്തുൻ, അവൻ്റെ ഭാര്യ ഒരു ലേഡി ഡോക്ടർ ആകുന്നു. രണ്ടും മുഅന്നസ്. ഇബ്നുഹുമാ താജിറാനി, അവരുടെ രണ്ട് ആൺമക്കൾ കച്ചവടക്കാരാകുന്നു. ഇവിടെ രണ്ടും എന്താണ്? മുസന്ന, ആൺമക്കൾ. വബിൻതുഹുമാ മുദരിസത്താനി, അവരുടെ രണ്ട് പെൺമക്കൾ അധ്യാപികമാരാകുന്നു. രണ്ടും യോജിച്ചേ? കണ്ടോ, യോജിച്ചില്ലേ? ഇനി നിങ്ങൾ ഉള്ളത് എക്സസൈസ് നിങ്ങൾ ചെയ്യാട്ടാ. ഇജ് അൽ കുല്ലു ഇസ്മിൻ മിമ്മായി യതി മുബത്തദഉൻ, എല്ലാ ഇസ്മിലും എന്താണ്? യൂസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നൗൺസ് ഇൻ സെൻറ്റൻസ് മുബത്തദയാക്കിയിട്ട് എഴുതണം. അഹ്മദു, അഹമ്മദ് മുബത്തദയാക്കി എഴുതാം. അഹ്മദുൻ വാഹൂഹുൻ ഖബറാക്കിയൊക്കെ എഴുതാം. ഈ തന്നിക്കണ വാക്കുകളൊക്കെ നിങ്ങൾ മുബത്തദയാക്കി എഴുതാം. പിന്നെ മൂന്നാമത്തെ എക്സസൈസിൽ രണ്ടും ഫുള്ള് ഖബറാക്കി എഴുതാം. മുബത്തദ നിങ്ങൾ സ്വന്തമായിട്ട് ഇതാക്കുക കേട്ടോ. അത്ര മതി ട്ടാ. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ.